എൻ്റെ ബാല്യകാലത്ത് ഈശോയുടെ ചിത്രത്തിൽ പോയി ഞാൻ നോക്കുമ്പോൾ ഈശോ എന്നെ തന്നെ നോക്കിയിരിക്കുന്നു. എനിക്ക് വലിയ രസമുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ ഈശോയുടെ തെക്കോട്ട് മാറി നിന്ന് നോക്കുമ്പോൾ ദൈവമേ, ഈശോ എന്നെ തന്നെ നോക്കുന്നു. ആ കുസൃതിയോടെ ഞാൻ ചാടി പുറത്തിറങ്ങിയിട്ട് വാതിലിന്റെ ഇടത്തുവശത്ത് വന്നിട്ട് ഇങ്ങനെ പോയി ഏന്തി വലിഞ്ഞു നോക്കുമ്പോൾ അപ്പോഴും കർത്താവ് എന്നെ തന്നെ നോക്കുന്നു. കർത്താവിന് നിന്നെ തന്നെ നോക്കാനാണ് സമയം. കർത്താവ് എന്നെ തന്നെ നോക്കും. 10,000 മനുഷ്യരുടെ ഇടയിൽ ഒറ്റപ്പെട്ട് കരഞ്ഞു നിൽക്കുമ്പോഴും എന്നെ ചുറ്റുമായിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കാൻ ഒരു ദൈവമുണ്ട്. കരുണ കാണിക്കാൻ അവിടെ നിന്ന് ഇങ്ങനെ ആഞ്ഞോങ്ങി നിൽക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ഓർക്കും, അത്രയൊന്നും ചിന്തിക്കാതെ ഞാൻ എഴുതിയ പാട്ടാണ് എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. അതെത്ര സത്യമാണ്. തിരുഹൃദയത്തിലെ ചിത്രത്തിൽ നിന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എന്നെ ഈശോ ഓർമ്മിപ്പിച്ച കാര്യമാണ്. ഞാൻ മറിഞ്ഞിരുന്നാലും കുനിഞ്ഞിരുന്ന് നോക്കിയാലും കഥകിന്റെ മറയത്ത് നിന്ന് നോക്കിയാലും ഈശോയുടെ ചിത്രത്തിലെ കണ്ണുകൾ എന്നെ തന്നെ നോക്കുന്നു. അത് ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള എൻ്റെ യേശു കർത്താവ്, യഥാർത്ഥത്തിലുള്ള കർത്താവ് കരുണ കാണിക്കാൻ ഇങ്ങനെ അവസരം നോക്കി നിൽക്കുക. അഥവാ നിനക്ക് കരുണ തരാൻ ദൈവം എങ്ങനെങ്കിലും അവസരം കണ്ടെത്തും.